മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളൊരു പുതിയ ചാപ്റ്ററിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യണം. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, ദത്തകളുടെ സംയോജനം. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, അതാണ് ചാപ്റ്ററിന്റെ പേര്, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. കുറച്ച് നമ്മളുടെ മാത്സിലേക്ക് അല്ലെങ്കിൽ സ്റ്റാറ്റിയുടെ പ്രോബ്ലംസിലേക്കൊക്കെ വരേണ്ട ചാപ്റ്ററാണ്. അപ്പൊ എന്തായാലും നമ്മൾ ആദ്യത്തെ ടോപ്പിക് റോ ഡാറ്റ, അസംസ്കൃത ദത്ത എന്താന്നുള്ളതാണ്. റോ ഡാറ്റ അല്ലെങ്കിൽ അസംസ്കൃത ദത്ത എന്താന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. റോ ഡാറ്റ ആർ ദ ഹൈലി ഡിസോർഗനൈസ്ഡ് ഫോം ഓഫ് ഡാറ്റ. റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഹൈലി ഡിസോർഗനൈസ്ഡ് ഫോം ഓഫ് ഡാറ്റയാണ്. വളരെയധികം അസംഘടിത രൂപത്തിലുള്ള ദത്തകളെയാണ്. ഓക്കെ, അസംഘടിത രൂപത്തിലുള്ള ദത്തകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റോ ഡാറ്റ അല്ലെങ്കിൽ അസംസ്കൃത ദത്ത എന്ന് പറയുന്നത്. അസംഘടിതമായ ദത്തകളാണ്. ദേ ആർ ഓഫ്റ്റൻ വെരി ലാർജ് ആൻഡ് കംബർസം ടു ഹാൻഡിൽ. ഓക്കെ, കംബർസം ടു ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ദേ ആർ ഓഫ്റ്റൻ വെരി ലാർജ്. ഇവ വലിപ്പം കൂടിയതും കൈകാര്യം ചെയ്യാൻ ദുഷ്കരവുമായിട്ടുള്ള ദത്തകളാണ്. അപ്പൊ ഇതാണ് റോ ഡാറ്റയുടെ പ്രത്യേകത. അപ്പൊ ഈ റോ ഡാറ്റ ശേഖരിച്ചിട്ട് നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യുകയാണ്, വ്യവസ്ഥപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് റോ ഡാറ്റ എന്ന് മനസ്സിലാവും. അപ്പോൾ ഒന്നാമത്തത് റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഹൈലി ഡിസോർഗനൈസ്ഡ് ഫോം ഓഫ് ഡാറ്റയാണ്. വളരെ അസംഘടിത രൂപത്തിലുള്ള ദത്തകളാണ്. ദേ ആർ വെരി ഓഫ്റ്റൻ വെരി ലാർജ് ആൻഡ് കംബർസം ടു ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇവ വലുതും കൈകാര്യം ചെയ്യാൻ ദുഷ്കരവുമായിട്ടുള്ള ദത്തകളാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് ഡാറ്റകൾ എഴുതിയിട്ടിട്ടുണ്ട്. ഇതിന് പെട്ടെന്ന് നിങ്ങളോട് ഞാൻ എത്ര 2 ഉണ്ട്, എത്ര 10 ഉണ്ട്, എത്ര 20 ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇതിൽ എത്ര സംഖ്യകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, നോക്കിക്കാണ്ട് പറയാൻ പറ്റൂല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ അത് എല്ലാം എണ്ണി നോക്കിയിട്ടൊക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് നമുക്കിത് ഒരു ആൻസർ പറയാൻ പറ്റില്ല. ഇതിൽ 70 ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെ നോക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ അസംഘടിത രൂപത്തിൽ യാതൊരു തരത്തിലുള്ള വ്യവസ്ഥകളും ഇല്ലാതെ അസംഘടിതമായിട്ട് വളരെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ദുഷ്കരാവുന്ന ദത്തകളെയാണ് റോ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡാറ്റകളെ നമുക്ക് ശേഖരിച്ചതിന് ശേഷം ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, അത് ശേഖരിച്ചതിന് ശേഷം തരംതിരിക്കണം. ഓക്കെ, അപ്പൊ തരംതിരിക്കൽ പല വിധത്തിലുണ്ട്. അപ്പൊ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ? ദത്തകളുടെ തരംതിരിവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, it is stand for grouping related facts into classes. It is stand for grouping related facts into classes. ഇവിടെ എന്താ പറയുന്നത്? ഒരേപോലെയുള്ള അല്ലെങ്കിൽ സാമ്യമുള്ളവ ദത്തകളെ ഒരേ ഗ്രൂപ്പായിട്ട് തരംതിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദത്തകളുടെ തരംതിരിവ് എന്ന് പറയും. അപ്പൊ ഒരേപോലെയുള്ള അല്ലെങ്കിൽ സാമ്യമുള്ള ദത്തകളെ ഒരു കൂട്ടമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് തരംതിരിക്കലാണ് എന്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയുടെ പ്രത്യേകത. അപ്പൊ ദത്തകളുടെ തരംതിരിവ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള അല്ലെങ്കിൽ സാമ്യമുള്ള ദത്തകളെ ഒരു ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യുന്നു? തരംതിരിക്കുന്നു. അതിന് ചില മാനദണ്ഡങ്ങൾ നമ്മൾ പൊതുവെ എടുക്കാറുണ്ട്. അപ്പൊ അതിനെയാണ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ദത്തകളുടെ തരംതിരിവ് പല വിധത്തിലുണ്ട്. ഓക്കെ, അപ്പൊ ദത്തകളെ തരംതിരിക്കുന്നത് പല വിധത്തിലുണ്ട്. അത് ഏതൊക്കെയാന്നുള്ളതാണ് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ്, ദത്തകളുടെ തരംതിരിവ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുകയാണ്. ഒന്ന്, സ്പേഷ്യൽ ഓർ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. സ്പേഷ്യൽ ഓർ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ അഥവാ ഭൂമിശാസ്ത്രപരമായ തരംതിരിവ്. മലയാളത്തിൽ പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായ തരംതിരിവ്. സ്പേഷ്യൽ ഓർ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ഭൂമിശാസ്ത്രപരമായ തരംതിരിവ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ദ ഡാറ്റ ആർ ക്ലാസിഫൈഡ് according to geographical differences between various items. ഇവിടെ ചെയ്യുന്നത് ഇതാണ്, ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അക്കോർഡിംഗ് ടു ജോഗ്രഫിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ വേരിയസ് ഐറ്റംസ്. ഓക്കെ, ഇവിടെ ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾക്ക് അനുസൃതമായിട്ടാണ് എന്തിനെ തരംതിരിക്കുന്നത്? ദത്തകളെ തരംതിരിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ദത്തകളെ തരംതിരിക്കുന്നതിനെയാണ് ഭൂമിശാസ്ത്രപരമായ തരംതിരിവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്ഥലപരമായ തരംതിരിവ് എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ
ദത്തകളെ തരംതിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോ ഡാറ്റ ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ജോഗ്രഫിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ വേരിയസ് ഐറ്റംസ്. വ്യത്യസ്ത ദത്തകൾ തമ്മിലുള്ള ജോഗ്രഫിക്കൽ ഡിഫറൻസിനെ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അല്ലെങ്കിൽ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ദത്തകളെ തരംതിരിക്കുന്നതിനെയാണ് സ്പേഷ്യൽ ഓർ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സ്പേഷ്യൽ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത് സംശയം ഉണ്ടാവരുത്. ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനെ പറയുന്ന മറ്റൊരു പേരാണ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഉദാഹരണത്തിലൂടെ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമ്പർ ഓഫ് ബൈക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബൈക്കുകളുടെ എണ്ണം, ഒരു വർഷത്തെ ഇറങ്ങുന്ന ബൈക്കുകളുടെ എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. അത് 4 സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുത്തു. കണ്ടോ, ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുത്തത്. ഓക്കെ, കേരള ഉണ്ട്, തമിഴ്നാടുണ്ട്, ഡൽഹി ഉണ്ട്, പഞ്ചാബ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുത്തിട്ട് അതിന്റെ നേരെ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 12,000, 15,000, 20,000, 40,000, 12,000, 15,000, 20,000, 40,000 ബാഗ്സ് ആണ് ഒരു ഇയറിൽ ഈ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അത് സ്റ്റേറ്റ്സിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട്, സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കൽ ഡിഫറൻസസ് ആണ്, അതിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് അത് ഏത് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്? ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഡാറ്റ ആർ ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ടൈം. സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ദത്തകളെ തരംതിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ കാലക്രമം അനുസരിച്ചുള്ള തരംതിരിവ് എന്ന് പറയും. മലയാളത്തിൽ ഇതിനെ കാലക്രമം അനുസരിച്ചുള്ള തരംതിരിവ് എന്ന് പറയും. ഇവിടെ ഡാറ്റ ആർ ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ടൈം. ഇവിടെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ദത്തകളെ? എങ്ങനെയാണ് ദത്തകളെ തരംതിരിക്കുന്നത്? സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ദത്തകളെ തരംതിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇയർ കൊടുത്തിട്ടുണ്ട്, പോപ്പുലേഷൻ, ഇന്ത്യയിലെ ജനസംഖ്യയാണ് കൊടുത്തിട്ടുള്ളത്. പോപ്പുലേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ജനസംഖ്യ, അത് ഏതൊക്കെ വർഷങ്ങൾ എത്രയാണെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വർഷങ്ങൾ കണ്ടില്ലേ, 1951, 61, 81, 2001. അതിന്റെ നേരെ പോപ്പുലേഷൻ എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് അല്ല. പക്ഷേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദത്തകളെ തരംതിരിച്ചത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇയർ എന്ന് പറയുന്നത് സമയമാണ്. അപ്പൊ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ദത്തകളെ തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. ഒന്ന് സ്പേഷ്യൽ ഓർ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു, രണ്ടാമത്തത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു, മൂന്നാമത്തത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഗുണാത്മകമായ തരംതിരിവ്. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഇവിടെ ഡാറ്റ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് സം ആട്രിബ്യൂട്ട്സ് സച്ച് ആസ് സെക്സ്, കളർ, റിലീജിയൻ ആൻഡ് ഇറ്റ് കനോട്ട് ബി മെഷേർഡ്. നമുക്കറിയാം എന്താണ് ക്വാളിറ്റേറ്റീവ്, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ്. അപ്പൊ ആ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ വരുന്നത്. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് സം ആട്രിബ്യൂട്ട്സ് സച്ച് ആസ് സെക്സ്, കളർ, റിലീജിയൻ. അപ്പൊ ഇങ്ങനെയുള്ള ഡാറ്റകളെ, ഒരു പ്രത്യേക സവിശേഷ അല്ലെങ്കിൽ സ്വഭാവമുള്ള ദത്തകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അളക്കാൻ കഴിയാത്ത ദത്തകളുടെ അടിസ്ഥാനത്തിൽ ദത്തകളെ തരംതിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗുണാത്മകമായ തരംതിരിവ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുള്ള സെക്സ്, ലിംഗഭേദം, കളർ, ഓക്കെ, അതേപോലെ റിലീജിയൻ, മതം, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മെഷർ ചെയ്യാൻ പറ്റൂല, അളക്കാൻ പറ്റൂല, തരംതിരിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള അളക്കാൻ കഴിയാത്ത ദത്തകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ദത്തകളെ തരംതിരിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്തെന്നുള്ളത്? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഗുണാത്മകമായ തരംതിരിവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. ഒന്ന് സ്പേഷ്യൽ ഓർ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താന്ന് പറഞ്ഞു, രണ്ടാമത്തത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താന്ന് പറഞ്ഞു, മൂന്നാമത്തത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ക്വാളിറ്റേറ്റീവ് ഒന്നുകൂടി പറയാണ്, ഡാറ്റ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് സം ആട്രിബ്യൂട്ട്സ് സച്ച് ആസ് സെക്സ്, കളർ, റിലീജിയൻ, ഇറ്റ് കനോട്ട് ബി മെഷേർഡ്. അളക്കാൻ കഴിയാത്ത ചില പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ദത്തകളെ തരംതിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗുണാത്മകപരമായ തരംതിരിവ് എന്ന് പറയുന്നത്. ഗുണാത്മകപരമായ തരംതിരിവ് എന്ന് പറയുന്നത്. ഇനി ഒന്നും കൂടി പറയാനുണ്ട്, ജസ്റ്റ് ഞാൻ ഒന്ന് എഴുതിയിട്ടിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയുടെ അഥവാ ദത്തകളുടെ തരംതിരിവിലെ നാലാമത്തതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, പരിണാത്മകമായ തരംതിരിവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പരിണാത്മകമായ തരംതിരിവ്? ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ചാപ്റ്ററിലെ ആദ്യത്തെ ഭാഗത്തെ ടോപ്പിക്സ് നമ്മൾ ഫിനിഷ് ചെയ്യും. എന്നിട്ട് രണ്ടാമത്തേതിലേക്ക് വരും അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ടോപ്പിക്കിലായിട്ട് ലാസ്റ്റ് എടുക്കുന്നത്, പരിണാത്മകമായ തരംതിരിവ്, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, പരിണാത്മകമായ തരംതിരിവ്. എന്താണിത്? The data are classified according to some attributes or characteristics
that can be measured. ഒന്നുകൂടി വായിക്കുകയാണ്. ഡാറ്റ ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു സം ക്യാരക്ടറിസ്റ്റിക്സ് that can be measured. അളക്കാൻ കഴിയുന്ന ചില സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ അളക്കാൻ കഴിയുന്ന ചില സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ദത്തകളെ തരംതിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പരിണാത്മകപരമായ തരംതിരിവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് the data are classified according to some characteristics that can be measured. അളക്കാൻ കഴിയുന്ന ചില സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ദത്തകളെ അല്ലെങ്കിൽ അളക്കാൻ കഴിയുന്ന ചില സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ദത്തകളെ തരംതിരിക്കുന്നതിനെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, പരിണാത്മകപരമായ തരംതിരിവ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഹൈറ്റ് ഉയരം, വെയിറ്റ് ഭാരം, മാർക്സ് കിട്ടിയ മാർക്കുകൾ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഈ കോളത്തിൽ, ഈ ടേബിളിൽ ഒന്നാമത്തെ കോളത്തിൽ മാർക്ക് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, അങ്ങനെ 0 മുതൽ 50 വരെ മാർക്ക് കിട്ടിയ ആളുകളുടെ എണ്ണം കൊടുത്തിട്ടുള്ളത്. 0 to 10 ഉള്ളിൽ മാർക്ക് കിട്ടിയവർ 3 പേരാണ്. ഇങ്ങനെ ഈ ഒരു ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതിനെ, ടേബിളിലൂടെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, പരിണാത്മകമായ തരംതിരിവ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് റോ ഡാറ്റ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, ദെൻ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മറ്റുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം. ഓക്കെ.